ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ. ഏതൊരാളെയും പോലെ അമ്മയെ വായിച്ചിട്ട് അച്ഛനെ വായിക്കുക എന്ന അനുഭവത്തിലൂടെ പലപ്പോഴും ഞാൻ പോയിട്ടുണ്ട്. അമ്മയാണ് ഏതൊരാളുടെയും ആദ്യ വായന എന്ന് തോന്നുന്നു. അമ്മ പറഞ്ഞ കഥകൾ, അമ്മ കാട്ടിത്തന്ന രൂപങ്ങൾ, അമ്മയിലൂടെയുള്ള ഒരു ലോകം. അങ്ങനെ കേട്ട കഥകൾ മണ്ണാങ്കട്ടയും കരിയിലെയും കാശിക്ക് പോയതും, അത്തരം കഥകളിലൂടെ വന്ന് മഴയും കാറ്റും ഒന്നിച്ചു വന്ന സന്ദർഭങ്ങളെയും കൂട്ടി വായിക്കാൻ വേണ്ടി കഴിഞ്ഞു. ഞാൻ എൻ്റെ വായന. ഈ പരമ്പരയിൽ കവിയും പ്രഭാഷകനുമായ മാധവൻ പുറച്ചേരിയുടെ ഓർമ്മകളും നിരീക്ഷണങ്ങളും ഒരു വായനയും ആ വായനയിൽ മാത്രം അവസാനിക്കുന്നില്ല. ചെറിയൊരു ജലാശയത്തിലേക്ക് കല്ലെറിയുന്നത് പോലെ അത് തുടർ വൃത്തങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേ ഇരിക്കുന്നു. കുട്ടിക്കാലത്തെ മനുഷ്യരെ വായിച്ച, പ്രകൃതിയെ വായിച്ച, മരങ്ങളെ വായിച്ച ചിത്രങ്ങൾ ഒരു മാറ്റവുമില്ലാതെ മനസ്സിലിപ്പോഴും തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. എൻ്റെ വീട്ടുമുറ്റത്തെ ഇലഞ്ഞിമരം പൂത്ത് തളർത്ത് നിൽക്കുന്ന കാഴ്ചയും, ഇലഞ്ഞിപ്പൂമണം പെറുക്കാൻ വേണ്ടി സമപ്രായക്കാരും എന്നേക്കാൾ പ്രായം കൂടുതലുള്ളവരും കുറഞ്ഞവരും ഒന്നിച്ച് എത്തുന്ന സന്ദർഭങ്ങളും ഇപ്പോഴും ഉള്ളിൽ കിടന്ന് വാസനിക്കുന്നുണ്ട്. വായനയെക്കുറിച്ചുള്ള ഒരുപാട് വലിയ വലിയ സിദ്ധാന്തങ്ങളെക്കാളേറെ എന്നെ എപ്പോഴും സ്വാധീനിച്ചിട്ടുള്ളത് എൻ്റെ നാട്ടിലെ ഒരു ഒറ്റയ്ക്ക് ജീവിച്ച സ്ത്രീയായ ഉച്ചിര എന്ന സ്ത്രീയുടെ പ്രഖ്യാപനങ്ങളാണ്. അവർ ലോകത്തെ നോക്കി പലതും വിളിച്ചു പറയാറുണ്ട്. ഒറ്റയ്ക്ക് കഴിയുമ്പോഴുള്ള വേദനകൾ വായിച്ചെടുത്തതിൻ്റെ സംഗ്രഹമാകാം അത്. അങ്ങനെ ഓരോ മനുഷ്യരെപ്പറ്റിയും, മഴയെപ്പറ്റിയും, കാക്കയെപ്പറ്റിയും, കാക്കയോട് വർത്തമാനം പറയുക എന്നുള്ളത് പഴയ നാട്ടുജീവിതത്തിൻ്റെ ഭാഗമാണ്. എന്തിനാ കാക്കയെ കരയുന്നു, നന്നാന്നെങ്കിലൊന്ന് ഏറപ്പറ, പൊട്ടാന്നെങ്കിൽ പാറിപ്പോ എന്നത് നാട്ടിലെ ആളുകളെല്ലാം പറയുന്നൊരു പാട്ടുമാണ്. എല്ലാ കാക്കയും കുയിലും മറ്റ് പക്ഷിമൃഗാദികളും മനുഷ്യരും ഒത്തുചേരുന്ന ഒരു വായനാനുഭവത്തിലൂടെ തന്നെയാണ് ഞാനും സഞ്ചരിച്ചിട്ടുള്ളത്. വീട്ടിൻ്റെ മുന്നിലെ വലിയ വയൽ വർഷകാലത്ത് പുഴയെ വീട്ടിന് മുന്നിലെത്തിക്കുന്നു. ആ പുഴ ഒരാഴ്ച വരെ നീണ്ടു നിൽക്കും. വീണ്ടും പതുക്കെ പതുക്കെ അത് നെൽവയലായി രൂപം പ്രാപിക്കുകയും ചെയ്യും. അതിൻ്റെ മുന്നിലിരുന്നു കൊണ്ട് താൽക്കാലികമായ ഒരു പുഴയെ കണ്ട് നോക്കി വായിച്ച് പഠിച്ചതിൻ്റെ ഉറവാണ് പിൽക്കാലത്തെ പല വായനകളിലേക്കും എന്നെ എത്തിച്ചിട്ടുള്ളത്. മാമ്പഴം എന്ന വൈലോപ്പിള്ളിയുടെ കവിത അച്ഛൻ ഈണത്തിൽ വായിക്കുകയും അത് കേട്ട് അമ്മയും ഞാനും കരയുകയും ചെയ്ത അനുഭവം കുട്ടിക്കാലത്തുണ്ട്. സമൃദ്ധമായ ദാരിദ്ര്യത്തിലാണ് ജീവിച്ചതെങ്കിലും സമൃദ്ധമായ ഭാവനയുടെ അന്തരീക്ഷം വീട്ടിന് ചുറ്റുമുണ്ടായിരുന്നു. പലതരം കഥകൾ വേഷം മാറി വന്ന് ഭയപ്പെടുത്തുകയും സന്തോഷിപ്പിക്കുകയും രുചിപ്പിക്കുകയും ചെയ്തിരുന്നു. അത്തരം ചില സന്ദർഭങ്ങളെ വലിയ ഓർമ്മകൾ, ഈ ഒണ്ടനും ഒണ്ടിയും എന്ന കഥ, അവരുടെ സഞ്ചാരങ്ങൾ, അതുപോലെ തന്നെ പെട്ടെന്ന് വലിയ ഒരു പർവ്വതാകാരം പ്രാപിക്കുന്ന കഥാപാത്രങ്ങൾ, വളരെ പെട്ടെന്ന് ഉറുമ്പിനെ പോലെ ചെറുതാവുന്ന കഥാപാത്രങ്ങൾ, ഇങ്ങനെയുള്ള ഒട്ടനവധി വിചിത്രമായ മാജിക്കൽ റിയലിസം എന്നൊക്കെ പറയാവുന്ന നൂറ് ചിത്രങ്ങൾ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായി നമുക്ക് ചുറ്റും അണിനിരക്കുന്നുണ്ട്. ചിലത് യഥാർത്ഥത്തിലുള്ളവ, ചിലത് വായിച്ചോ കേട്ടോ അറിഞ്ഞോ ഉള്ള ചിത്രങ്ങൾ. ഈ ചിത്രനിർമ്മാണത്തിൻ്റെ വായനയിൽ നിന്ന് പതുക്കെ വ്യത്യസ്തമായ മറ്റു ചില വായനകളിലേക്ക് പോകുന്നത് അമ്മയുടെ നിത്യപാരായണത്തിലുള്ള ഭാഗവത വായനയും കൃഷ്ണപ്പാട്ടിൻ്റെ വായന, രാമായണം വായന, ഈ വായനകളാണ്. പുലർച്ചയിലാണ് കൃഷ്ണപ്പാട്ടിൻ്റെ ഈണങ്ങൾ ഉള്ളിലേക്ക് വരുന്നത്. നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഏതോ സമയത്തെ
ആ വായന വീട്ടിൽ തുടങ്ങിയിട്ടുണ്ടാകും. ശീതം തഴച്ചൊരു ഹേമന്തകാലത്തെ വരികളിലൂടെയും നമ്മുടെ അനുഭവങ്ങളിലേക്ക് എത്തും. തീക്കും തന്നെ ഉള്ളിലെ തോന്നിത്തുടങ്ങിയതേ തീക്കായ വേണം എനിക്കുമെന്ന് എന്ന് ആ തണുപ്പിനെ, അതിൻ്റെ ഭീകരതയെ മനസ്സിലേക്ക് കോരിയിട്ട വായനയാണ് നടക്കാറുള്ളത്. അതുപോലെ പല സന്ദർഭങ്ങളെ രാമായണം വായന, അധ്യാത്മരാമായണം, കിളിപ്പാട്ട് വൈകുന്നേരങ്ങളിലാണ് വായിക്കാറുള്ളത്. സുന്ദരകാന്ഡം എത്തുമ്പോഴുള്ള വാക്കിൻ്റെ വടിവുകളും അതിൻ്റെ സൗന്ദര്യവും എത്ര വട്ടം ആലോചിച്ചാലും മതിവരാത്ത ഒന്നാണ്. സകലശുഖ കുലവിമല തിലകിത കളയവരെ സാരസ്യ പീയൂഷ സാര സർവസ്വമേ കഥയമമ കഥയമമ കഥകൾ അതിസാദരം കാകുൽസ്ഥ ലീലകൾ കേട്ടാൽ മതിവര എന്ന തുഞ്ചൻ്റെ കിളിമകളുടെ വാക്കുകളും അതിൻ്റെ ചലനവും അതിൻ്റെ അന്യാദൃശ്യമായ ഭംഗിയും ചിത്ര സ്വഭാവത്തിൽ മനസ്സിലേക്ക് കയറി കൂടിയിട്ടുണ്ട്. അച്ഛൻ ഉറക്കെ വായിക്കുന്ന ചില സന്ദർഭങ്ങൾ കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കൃതികൾ ആണ്. അത്തരം കൃതികളുടെ ചലനം, അതിൻ്റെ സൗന്ദര്യം, അടുക്ക വിരവോട് തടുക്ക ചലച്ചെന്ന് പിടിക്ക ശരവര മുടുക്ക ഗതി മുടക്കി ഉടനടി പടുക്കൾ ഒരു വക പടയ്ക്ക് തുടരുക എന്നൊക്കെയുള്ളൊരു വാക്യഘടനയോട് കമ്പം തോന്നാനും ഇടയായി. തട്ടുക മുട്ടുക കട്ടയിലിട്ട് ചവിട്ടി ഉരുട്ടുക എന്നൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഇത് ശിവനും അതോടൊപ്പം അർജുനും തമ്മിലുള്ള ഒരു ഇഷ്ടത്തിലുള്ള കലഹമാണ് എന്ന് തിരിച്ചറിയാൻ വിദ്യാലയത്തിൽ പോയി വരുമ്പോൾ സാധിച്ചു. ഇത്തരം ചില വായനകൾ കേൾവിയിലൂടെ രൂപീകൃതമായ വായനയുടെ സമ്പന്നമായ ഒരു അനുഭവമാണ് എൻ്റെ ഒരു കുട്ടിക്കാലത്തെ സമ്പന്നമാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ വ്യത്യസ്തമാക്കിയിട്ടുള്ളത്. അതെല്ലാം കഥകളായിരുന്നു. അതിൽ പാട്ടുമുണ്ടായിരുന്നു. പാട്ടില്ലാത്ത കഥയോ കഥയില്ലാത്ത പാട്ടോ ഉണ്ടായിരുന്നില്ല. അതെല്ലാം അവിശ്വസനീയമായിരുന്നു. അതോടൊപ്പം വിശ്വസിക്കാവുന്നതിനേക്കാളേറെ യാഥാർത്ഥ്യവും ആയിരുന്നു. ഇത്തരം ചില അനുഭവങ്ങളിൽ നിന്ന് പതുക്കെ പതുക്കെ വായന മാറുന്നത് വീട്ടിലെത്തുന്ന സോവിയറ്റ് നാട് എന്ന മിനുസമുള്ള മാസികയിലോ ആണ്. അച്ഛൻ അതിൻ്റെ ഒരു ഏജൻസി ഉള്ളതുകൊണ്ടും രാഷ്ട്രീയ പ്രവർത്തകനായതുകൊണ്ടും സോവിയറ്റ് ലാൻഡ് മാസികയുടെ മിനുമിനുത്ത തുടുത്ത ചിത്രങ്ങളുള്ള, തടിച്ചു കൊഴുത്ത കുട്ടികളുടെ മുഖചിത്രമുള്ള ഈ മാസിക മനസ്സിൽ തങ്ങി നിൽക്കും. അതിലൊരിക്കൽ ഒരു കഥ വായിച്ച വിചിത്രമായ അനുഭവത്തിൻ്റെ അത്ഭുതം ഇന്നും എന്നെ വിട്ടുമാറിയിട്ടില്ല. വീട്ടിൽ അച്ഛൻ കൊണ്ടുവന്ന റൊട്ടി മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ റൊട്ടിയിൽ നിന്ന് ഒരു മൂക്ക് സംസാരിക്കുകയാണ്. എന്നെ മുറിക്കാൻ പാടില്ല, ഞാൻ എൻ്റെ കാര്യമൊന്ന് പറഞ്ഞോട്ടെ എന്ന് ആ മൂക്ക് പറയുകയാണ്. അങ്ങനെ ആ മൂക്ക് കഥ പറയുകയാണ്. ഒരു കഥാകൃത്ത് തൻ്റെ കഥ വായിക്കാൻ വേണ്ടി ഉപയോഗിച്ച ഈ ടെക്നിക്ക്, അതിൻ്റെ ഒരു സൗന്ദര്യം എത്ര ആലോചിച്ചിട്ടും വിശദീകരിക്കാൻ പറ്റാത്തതാണ്. ആ കഥ വായിച്ച് തീർന്നിട്ട് മാത്രമേ നെടുവീർപ്പിട്ടിട്ടുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. റൊട്ടിക്കകത്ത് നിന്നൊരു മൂക്ക് സംസാരിക്കുക, ഒരു കുടുംബകലഹം മുഴുവൻ പറയുക, ഇതൊക്കെ എത്ര വിചിത്രമായ അനുഭവങ്ങളാണ്. പുസ്തക വായന എന്നാരംഭിച്ചു എന്നല്ല, ഏതോ കാലത്ത് തുടങ്ങിയ ഒന്നിൻ്റെ തുടർച്ച പോലെ ആയിരിക്കണം റൊട്ടിക്കുള്ളിലെ മൂക്ക് വായിച്ചത്. പിന്നീട് പല കഥകൾ, പാഠപുസ്തകങ്ങളിലെ കഥ തന്നെ ആവശ്യമായ ചില ഭേദഗതികൾ വരുത്തി വിദ്യാലയത്തിൽ എത്തിയിട്ടില്ലാത്ത എന്നേക്കാൾ പ്രായം കുറഞ്ഞവരോട് കഥ മാറ്റിപ്പറയാൻ ചിലപ്പോൾ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതും ഒരു വായനയാണ് എന്ന് പിൽക്കാലത്ത് എനിക്ക് ബോധ്യപ്പെട്ടിരുന്നു. ഇത്തരം ചില വായനകളുടെ വികാസമായിരിക്കണം എഴുത്തിലേക്കും കൊണ്ടുപോകുന്നത്. പല പാട്ടുകൾ അതോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. മാങ്ങാപ്പാട്ട് തൊട്ട് നിത്യമായി വൈകുന്നേരങ്ങളിലെ കളിക്കുമ്പോഴുള്ള പാട്ടുകൾ, അത്തരം ഒരുപാട് പാട്ടുകളോടൊപ്പം തന്നെ വയലിൽ ഞാറ് നടുമ്പോൾ അവർ പാടുന്ന പാട്ടുകൾ, ഞാറ്റുപാട്ടുകളുടെ ഒരു മഹോത്സവം തന്നെ അക്കാലത്ത് കേൾക്കാനിടയായിട്ടുണ്ട്. ആ പാട്ടുകളിലെ സങ്കടം വിവരണാതീതമാണ്. എൻ്റെ ഗതിയോന് വന്നേക്കല്ലേ എന്ന് മരിക്കാൻ കിടക്കുന്ന അമ്പു അയാളുടെ ഭാര്യയോട് പറയുന്ന ഒരു ഭാഗം ഇപ്പോഴും എൻ്റെ കൺമുന്നിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്.
കണ്ണ് തുറിക്കണ് വായികോട്ടുന്ന് ശ്വാസം വിലങ്ങി പടഞ്ഞോളുന്ന് ഉയ്യൻ്റെ ദൈവമേ വിധിയോഗമേ കാക്കുത്തിരുന്ന് കരയുന്നമ്പുവെന്ന് തൻ്റെ മകൻ്റെ ദൈന്യതയെ ആ പാട്ടിൽ ആവിഷ്കരിക്കുന്നുണ്ട്. മറ്റൊന്നുമില്ലെങ്കിലും മുണ്ട് മുറുക്കി ഉടുത്താലും എൻ്റെ അമ്പൂനെ നന്നായി വളർത്തണം എന്ന ആഗ്രഹപ്രകടനമാണ്, എഴുത്തും പൊയ്ത്തും പഠിപ്പിക്കണം എന്ന ഒരു വലിയ സ്വപ്നമാണ് അദ്ദേഹം മരിക്കാൻ കിടക്കുമ്പോഴും ആ തൊഴിലാളി പറയുന്നത്. ഇത്തരം നാനാ ചിത്രങ്ങളോടൊപ്പം തന്നെ വീട്ടിലിരുന്ന് സുഗതകുമാരി ടീച്ചറുടെ രാത്രിമഴ എന്ന കവിത വായിച്ച അനുഭവവും അത്രയ്ക്കും പ്രിയപ്പെട്ടതാണ്. ഇരുട്ട് നാട്ടുംപുറത്തെ വിഴുങ്ങാറുണ്ട്. പല ഘട്ടങ്ങളിലും സന്ധ്യയ്ക്ക് വീട്ടിലെ അത്രയൊന്നും വിശാലമല്ലാത്ത ചെറിയ ജനാലയ്ക്ക് അടുത്തിരുന്ന് ഒരു ഇരുട്ട് നിറഞ്ഞ അന്തരീക്ഷത്തിൽ തിമർത്ത് പെയ്യുന്ന മഴയിൽ രാത്രിമഴ ചൊല്ലുകയും അത് കേട്ടിരിക്കുന്ന അമ്മയുടെയും ചിത്രം എൻ്റെ കൗമാരത്തിൻ്റെ ഒരു ഭാഗമാണ്. പല വായനകൾ ഇതിൻ്റെ ഇടയിലൂടെ കടന്നുപോയിട്ടുണ്ടാവാം. പാവങ്ങൾ വായിച്ച അത് വായിക്കാൻ തരുമ്പോൾ എന്നോട് എൻ്റെ നാട്ടിലെ അക്കാലത്തെ വലിയ പുസ്തക ശേഖരത്തിനുടമയായ അഡ്വക്കേറ്റ് പി ഈശ്വരൻ നമ്പൂതിരി, ഈശ്വരേട്ടൻ എന്ന് ഞാൻ വിളിക്കുന്ന അദ്ദേഹം പറഞ്ഞു, ഈ പുസ്തകം വായിക്കാനുള്ള പ്രായമായിട്ടുണ്ടോ എന്നൊരു സംശയമാണ് പറഞ്ഞത്. പിന്നീട് എനിക്ക് ധാരാളം പുസ്തകങ്ങൾ തരികയും അദ്ദേഹത്തിൻ്റെ സംശയം തീരുകയും എൻ്റെ കൗതുകം വർദ്ധിക്കുകയും ചെയ്തു. ഈ വായനയ്ക്കെല്ലാം തന്നെ മറ്റൊരർത്ഥത്തിൽ എൻ്റെ ദരിദ്ര ജീവിതത്തിൻ്റെ, അക്കാലത്തെ അതിസമ്പന്നമായ ദാരിദ്ര്യത്തിൻ്റെ ഒരു സർവൈവൽ ടെക്നിക്ക് കൂടി ഉണ്ടായിരുന്നു. മുറുകെ പിടിക്കാൻ മറ്റൊന്നുമില്ലാത്ത ഒരാൾക്ക് വായിച്ച പുസ്തകങ്ങളും കഥാപാത്രങ്ങളും നാലുകെട്ടിലെ അപ്പുണ്ണിയും എത്ര പ്രിയപ്പെട്ടതാണെന്ന് ഇന്ന് മറ്റൊരാളെ ബോധ്യപ്പെടുത്താനാവില്ല. അപ്പുണ്ണിയൊക്കെ നീണ്ടു നിവർന്ന് പിന്നീട് നടന്ന് എം ടിയുടെ ഈ കഥാപാത്രം, എം ടിയൊക്കെ ഉദ്ദേശിച്ചതിന് എത്രയോ അപ്പുറം എത്രയെത്ര മനുഷ്യരുടെ വായനയിലൂടെ വളർന്ന് വികസിച്ച് ജീവിതത്തെ പുഷ്ടിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ അപ്പുണ്ണി എന്ന് പറയുന്ന നാലുകെട്ടിലെ തകർന്ന് തരിപ്പണമായ ഒരു നാലുകെട്ടിലേക്ക് തൻ്റെ അമ്മയുടെ കൈയും പിടിച്ച് പഴയ അപമാനത്തിന് ഒരു മറു ലോകം നിർമ്മിക്കുന്ന കഥാപാത്രത്തെ ഞാൻ എപ്പോഴും അത് എൻ്റെ ഒരു അനുഭവമായി, ഞാനായി തീരുന്ന ഒന്നായി വായിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ വായന. ഈ പരമ്പരയിൽ കവി മാധവൻ പുറച്ചേരിയുടെ ഓർമ്മകളും നിരീക്ഷണങ്ങളുമാണ് നിങ്ങൾ കേട്ടത്. ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ.